ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അനുശ്രീ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഹൽദി ഫംഗ്ഷൻ പോയേക്കായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഹൽദി ഫംഗ്ഷനാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, രാവിലെയായിരുന്നു ഫംഗ്ഷനൊക്കെ വരുന്നത്. എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയായിരുന്നു എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ഹൽദി ഫംഗ്ഷൻ വരുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് പൂജ ആചാരങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഗൈസ്, ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടുന്ന സംഭവത്തിൻ്റെ പേരാണ് കങ്കണ എന്ന് പറയും. അപ്പം കർണാടകക്കാർ എന്ത് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും കയ്യിൽ കെട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് വെറ്റില ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൻ്റെ മേലൊരു പൂ വെച്ചിട്ട് നൂല് കൊണ്ട് കെട്ടും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊരു ഫംഗ്ഷനും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് കെട്ടുന്നത്. അതിനുശേഷം കൈ നിറയെ കുപ്പിവള ഇട്ടു. അപ്പോൾ ഇങ്ങനെ കല്യാണമൊക്കെ ഉള്ള സമയത്ത് അവർ ബന്ധുക്കൾക്കൊക്കെ കുപ്പിവള ഇട്ട് കൊടുക്കും കയ്യിൽ. അങ്ങനെ കുപ്പിവള ഇട്ടു. ഒരു ചിഹ്നമൊക്കെ നമ്മൾ കുപ്പിവളയൊക്കെ ഫുൾ കയ്യിൽ നിറച്ചിട്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചേച്ചിയും ഞാനും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ വിളക്ക് വെച്ചിട്ട് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പല്ല് ഉണ്ടായിരുന്നു, പിന്നെ തക്കാളീൻ്റെ എന്തൊരു ചട്ടി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിത്രാന്ന റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ചിത്രാന്ന എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഹോളിക വന്നിട്ടുണ്ടായിരുന്നു. ഹോളികയിൽ നമ്മൾ കുറച്ച് പാലും നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വൈറ്റ് റൈസ് സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്ത് പോയിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഉച്ച വരെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതായിരുന്നു ഹൽദി ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.